ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് പ്രധാനമായിട്ടും വന്നത് എൻ്റെ കയ്യിൽ കുറേ സാരികളുണ്ടായിരുന്നു. അപ്പം സാരി എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് സാരി ഉണ്ട്. കോട്ടൺ ഉണ്ട്, പോളിസ്റ്റർ ഉണ്ട്, കസവ് സാരികളുണ്ട്, അങ്ങനെ കുറേ സാരികളുണ്ട്. അപ്പം ആ സാരികൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കാത്ത ചില ഉപയോഗിച്ച് വേസ്റ്റ് ആയതല്ല കേട്ടോ. നമ്മൾ പൊതുവേ സാരി ഉപയോഗിക്കാറില്ല. പുതിയത് വാങ്ങിക്കൊണ്ട് വയ്ക്കുക എന്നല്ലാതെ നമ്മൾ ചുരിദാറാണ് അധികം ഉപയോഗിക്കാറ്. അപ്പോൾ കുറേ സാരികൾ എൻ്റെതുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ ഉണ്ട് കേട്ടോ. അപ്പം കുറേ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് അടക്കം കൊടുക്കുകയാണെങ്കിൽ ഞാനത് അയച്ചു തരാം. ആർക്കാണ് വേണ്ടത് വെച്ചാൽ. ഇപ്പം നിലവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, ഡ്രസ്സിനൊക്കെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നല്ല സാരികളാണ്. നല്ല ഒന്നും വേസ്റ്റ് ആയിട്ടുള്ള സാരികളോ ഒന്നുമല്ല, എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാരികളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പുതിയ വാങ്ങിക്കൊടുത്താൽ പോരെ, നിങ്ങളെ വേസ്റ്റൊക്കെ വേറെ അടുത്തിൽ കൊടുക്കണമെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് സാരി നല്ല സാരികളാണ് കൂടെ. നമ്മളിത് ചിലപ്പോൾ ഒരു പക്ഷേ കത്തിച്ച് കളയുകയോ എന്തെങ്കിലും വേസ്റ്റിലിടുകയൊക്കെ ചെയ്യുക. പക്ഷെ അങ്ങനെ നശിപ്പിച്ച് കളയണ്ട, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയൊരു സാധനമല്ലേ, ഫ്രഷ് അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ആ വേസ്റ്റല്ലേ കൊടുക്കുന്നുള്ള ഈ കമൻറ്റുകളൊന്നും ഇടല്ലേ. കാരണം ഇത് ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിലവിൽ നമുക്ക് പുതിയ സാരി വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പം പറ്റുമെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. ഉപകാരമല്ലേ, ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകരിച്ചോട്ടെ, അത് നശിപ്പിച്ച് കളയണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്ന് ഇതിൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. എവിടെയൊക്കെയായാലും ഞാൻ അയച്ചു തരും. നിങ്ങൾ കൊറിയർ ചാർജ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇതിനൊരു നെഗറ്റീവ് സൈഡും ഇല്ല കേട്ടോ. ഓൺലി പോസിറ്റീവ് സൈഡ് മാത്രമേ ഇതിനുള്ളൂ. പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, ബൈ.